നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രോഗ്രഷന്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമുക്ക് നോക്കാം. 6, 4, 2 ഈ ശ്രേണിയിലെ 11ാമത്തെ പദം എത്ര? ഇങ്ങനെ പോവുകയാണ്. 6, 4, 2 ഇങ്ങനെ ക്രമമായിട്ട് പോവുകയാണെങ്കിൽ അത് 11ാമത് വരുന്ന പദം ഏതെന്ന് കണ്ടുപിടിക്കാൻ നമ്മളിങ്ങനെ എഴുതി നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതിന് ഈ പ്രോഗ്രഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? 1ാം പദം എ എന്ന് വെച്ചാൽ ഇവിടെ ഒന്നാമത്തെ പദം ഏതാണ്? 6 ആണ് അല്ലേ? അത് എ ആയിട്ട്. ഇപ്പൊ എ ഈസ് ഈക്വൽ ടു 6. 1ാം പദം എ. പൊതുവ്യത്യാസം ഡി. ഈ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ആ പൊതുവ്യത്യാസം ഡി കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? ഇതുണ്ടോ? പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് T2 - T1 ആണ്. 2ാം പദത്തിൽ നിന്ന് 1ാം പദം കുറയ്ക്കണം. 2ാം പദത്തിൽ നിന്ന് അതാണ് T2, അതിൽ നിന്ന് 1ാം പദം കുറയ്ക്കുക. അങ്ങനെയാണ് ഡി നമുക്ക് കിട്ടും. അപ്പം ഇതുണ്ടോ? എന്നാം പദം കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ 11ാമത്തെ പദം അല്ലെ എന്നാം പദം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? TN ഈസ് ഈക്വൽ ടു A + N - 1 × D ആണ്. എ നമുക്കറിയാം. ഇവിടെ N എന്ന് വെച്ചാൽ എത്രാമത്തെയാണ്? ഈ N എഴുതാം. N എന്ന് വെച്ചാൽ എത്രാമത്തെ പദമാണെന്നുള്ളതാണ്. എത്രാമത്തെയാ? 11ാമത്തെ പദം. ഇനി ഏതൊക്കെ വേണം ഇതിനകത്ത്? എ അറിയാം, N അറിയാം, പിന്നെ ഡി കണ്ടുപിടിച്ചാൽ മതി. ഡി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡി ഈസ് ഈക്വൽ ടു T2 - T1 അല്ലേ? T2 ന്ന് T1 കുറയ്ക്കണം. 2ാം പദത്തിൽ നിന്ന് 1ാം പദം കുറയ്ക്കുക എന്നാണ് T2 - T1 എന്ന് പറഞ്ഞാൽ. അപ്പം T2 എത്രയാണ് ഇവിടെ? 4 ആണ് അല്ലേ? 2ാമത്തെ പദം 4. T1 എത്രയാണ്? 6. അപ്പം 4ൽ നിന്ന് 6 കുറയ്ക്കണം. അപ്പം ഡി ഈസ് ഈക്വൽ ടു 4 - 6. 4ൽ നിന്ന് 6 കുറച്ചാൽ എത്ര വരും? ഈസ് ഈക്വൽ ടു -2 അല്ലേ? 4ൽ നിന്ന് 6 അല്ലേ കുറയ്ക്കണ്ടേ? അപ്പം മൈനസ് വരുള്ളൂ. -2 ആണ് ഡി. ഡി എത്ര കിട്ടി? -2. അപ്പൊ ഇതിനകത്ത് എല്ലാം കിട്ടി. എ കിട്ടി, N കിട്ടി, ഡി കിട്ടി. ഇനി നമുക്ക് ചെയ്യാം. ടി എന്ന് വെച്ചാൽ T11. N എന്ന് വെച്ചാൽ എത്രാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്? അതാ എഴുതണ്ടേ. T11 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എ ആദ്യം എഴുതണം. എ എത്രയാണ്? 6 പ്ലസ് ഇടണം. പ്ലസ് N - 1. N എത്ര കിട്ടി? എത്രാമത്തെ പദം എന്നുള്ളതാണ് N എത്ര കിട്ടി? 11 - 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഡി എത്ര കിട്ടി? നമുക്ക് ഡി എത്ര കിട്ടിയേ? -2 അല്ലേ? ഇൻറ്റു -2 ഉണ്ടോ? എ പ്ലസ് എ എന്ന് വെച്ചാൽ 6 പ്ലസ് N - 1. N 11 ആണ്. 11ാമത്തെ പദം അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? 11 - 1 ഈ സൂത്രമാക്കി ഓർത്ത് ചെയ്യണം. -1 ഇൻറ്റു ഡി. ഡി എത്രയാണ് നമുക്ക് കിട്ടിയത്? -2. അതായത് 1ാം പദവും 2ാം പദത്തിൽ നിന്ന് 1ാം പദം കുറയ്ക്കുന്നതാണ് ഡി. -2 കിട്ടി. ഇനി ഇത് ചെയ്യണം. എങ്ങനെ ചെയ്യും? 6 പ്ലസ് അതാ ബ്രാക്കറ്റിലുള്ള ആദ്യം നമ്മൾ ചെയ്യണം അല്ലേ? 6 പ്ലസ് 11 - 10. 10 ഇൻറ്റു ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇൻറ്റു ആണ്. ഇൻറ്റു -2 അല്ലേ? 6 പ്ലസ് 10 ഇൻറ്റു -2. ഇത് ഇൻറ്റു ചെയ്തിട്ടേ കൂട്ടാവുള്ളൂ. അപ്പം 6 പ്ലസ് 10 ഇൻറ്റു 2 എത്രയാണ്? 20. 6 പ്ലസ് -20 അല്ലേ? 10 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 20 അല്ലേ? അതെന്തുകൊണ്ടാണ് മൈനസ് വന്നേ? ഇത് മൈനസ് ഇത് പ്ലസ് ആകുമ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ വിപരീത ചിഹ്നമാണെങ്കിൽ മൈനസ് ഇടണം. 6 പ്ലസ് -20 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും ഉത്തരം? രണ്ട് സംഖ്യകളുടെ ചിഹ്നം 6ന്റെ ചിഹ്നം പ്ലസ് ആണ്, 20ന്റെ ചിഹ്നം മൈനസും ആണ്. അപ്പോൾ എന്തൊരു ഈ ചിഹ്നം നോക്കാതെ വലിയ സംഖ്യ എടുക്കണം. വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. 20ൽ നിന്ന് 6 കുറച്ചാൽ 14. എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടണം. ഓർത്തിരിക്കണം, ചിഹ്നം നോക്കാതെ കേവലവില എടുത്തിട്ട് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക, എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക എന്നാണ് വിപരീത ചിഹ്നം കൂട്ടുന്നത് അല്ലേ? 20ൽ നിന്ന് 6 കുറച്ചാൽ എത്രയാണ്? 14. അപ്പം വലിയ സംഖ്യ ഏതാണ്? ഇത് കേവലവില നോക്കുമ്പോൾ 20 വലുത് അല്ലേ? അതിൽ മൈനസ് ചിഹ്നമാണ്. -14. ഇതാണ് ആൻസർ. അപ്പം 6, 4, 2 ഈ ശ്രേണിയിൽ 11ാമത്തെ പദം എത്രയാണ്? ഏതാണ്? -14 ആണ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിച്ചേ? നമ്മൾ 1ാം പദം എ അത് 6 എന്ന് എഴുതി. N എന്ന് പറഞ്ഞാൽ 11ാമത്തെ പദം. ഇപ്പൊ 15ാമത്തെ പദമാണ് N 15 ആണ്. അപ്പൊ അങ്ങനെ പൊതുവ്യത്യാസം ഡി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? T2 - T1. T2 - T1 ഇത് എഴുതിയിട്ടുണ്ട്. T2 - T1. 2ാം പദത്തിൽ നിന്ന് 1ാം പദം കുറയ്ക്കണം. അതുണ്ട്. 2ാം പദം 4 ആണ്. 4ൽ നിന്ന് 6 കുറച്ച്, അതുകൊണ്ട് -2 വന്നു. പിന്നെ നമ്മൾ എ ഇതുണ്ട്. ഈ ഈക്വേഷൻ എ എത്രയാണ്? 6 പ്ലസ് N - 1. 11 - 1 -2. ഇത് ഇൻറ്റു ആണ്. ഇങ്ങനെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഡി എഴുതിയാൽ അവിടെ ഇൻറ്റു എന്നാണ് അർത്ഥം. ഇപ്പം ബ്രാക്കറ്റിലുള്ള ആദ്യം ചെയ്യണം, പിന്നീട് ഗുണിക്കാനുള്ള ആദ്യം ചെയ്യണം, എന്നിട്ടേ കൂട്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് -14 കിട്ടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.